സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെടുന്ന പ്രമുഖ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിലവിൽ രാഷ്ട്രീയ കൂടുമാറ്റം ഒരു പതിവ് കാഴ്ചയാണ്. എന്നാൽ അത്തരമൊരു സാധ്യത രമേശ് ചെന്നിത്തല തന്നെ നിരാകരിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നേട്ടങ്ങളാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല രമേശ് ചെന്നിത്തല. NSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ദേശീയ അധ്യക്ഷനായ ഒരേ ഒരു മലയാളി രമേശ് ചെന്നിത്തലയാണ്. 1980 തുടക്കത്തിലാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി രമേശ് ചെന്നിത്തല തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1982 ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നും ആദ്യമായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഇതേ വർഷത്തിൽ തന്നെയാണ് NSUവിന്റെ ദേശീയ അധ്യക്ഷനായി രമേശ് ചെന്നിത്തല നിയമിക്കപ്പെടുന്നത്. 1986 കരുണാകരൻ മന്ത്രിസഭയിൽ ഗ്രാമവികസന മന്ത്രിയായിരുന്നു ചെന്നിത്തല. 29-ാം വയസ്സിൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കുന്ന ആദ്യ മലയാളി എന്ന റെക്കോർഡ് ചെന്നിത്തലയ്ക്ക് സ്വന്തമാണ്. ആ വർഷം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1989 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച ചെന്നിത്തല അടുത്ത വർഷം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായി നിയമിതനായി. 1991, 1996, 1999 വർഷങ്ങളിലും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചെന്നിത്തല 2001 ആദ്യമായി 7 സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള AICC സെക്രട്ടറിയായി നിയമിതനായി. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മികച്ച രീതിയിൽ ആശയവിനിമയം ചെയ്യാനുള്ള കഴിവുള്ള ചെന്നിത്തലയെ ഗോവ, മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പുകളുടെ ചുമതലയും ദേശീയ നേതൃത്വം നൽകി. എന്നാൽ 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പുതുമുഖമായ CS സുജാതയ്ക്ക് മുന്നിൽ ചെന്നിത്തലയ്ക്ക് അടിപതറി. 2005 കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വലിയ ഗ്രൂപ്പ് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹൈക്കമാൻഡ് രംഗത്തിറക്കിയതും ചെന്നിത്തലയാണ്. 2005 അദ്ദേഹം KPCC അധ്യക്ഷനായി. 2011 2016 ഹരിപ്പാട് നിന്ന് നിയമസഭയിലെത്തി. നിലവിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. KPCC അധ്യക്ഷനായതിനു ശേഷം വിശാലമായ I ഗ്രൂപ്പ് പുനഃസംഘടിപ്പിച്ചത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലായിരുന്നു. ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ശബരിമല വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിന് വിപരീതമായ നിലപാട് സ്വീകരിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് വിമർശനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ കോൺഗ്രസ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കേരളം പിടിച്ചെടുക്കുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.